ഇന്ന് പകൽക്കാലം നമ്മൾ ദൈവസ്നാനത്തിലായിരിക്കുമ്പോൾ നിങ്ങൾ ടിജുവിൽ നിന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. കർത്താവിൽ നിന്ന് നമുക്ക് പ്രതീക്ഷയോടെ ദൈവസ്നാനത്തിലായിരിക്കാം. നമുക്കെല്ലാവർക്കും യേശുവിനെ കുറിച്ച് അറിയാം. ഹല്ലേലൂയ. യേശുവിനെ കുറിച്ച് മിക്കാറുള്ളവർക്കെല്ലാം അറിയാം. അത് നമുക്കല്ല. കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ്റെ ഒരു പ്രസംഗം കേട്ടു. വി ഡി സതീശന് പോലും യേശുവിനെ കുറിച്ച് അറിയാം. യേശുവിനെ കുറിച്ച് അറിയാം. യേശുവിനെ കുറിച്ച് അറിയാവുന്ന ഒരുപാട്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ പേരെന്ന് അറിയത്തില്ല, ഒരു കുറിയൊക്കെ തൊട്ട് ഒരു മനുഷ്യൻ അദ്ദേഹം പറയുന്നത് കേട്ടു, യേശുവിനെ പോലൊരു ഗുരു ഈ ലോകത്തുണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകത്തുമില്ല. അപ്പം യേശുവിനെ കുറിച്ച് ഇവർക്കൊക്കെ അറിയാം. പക്ഷേ യേശുവിനെ കുറിച്ചുള്ള അറിവ് നമ്മളെ ആരെയും രക്ഷിക്കത്തില്ല. ഹല്ലേലൂയ. യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചവനാണ്. യേശു പത്രോസിൻ്റെ അമ്മായിയമ്മയെ സൗഖ്യമാക്കിയതാണ്. യേശു ലാസറിനെ ഉയർപ്പിച്ചതാണ്. യേശുവിൻ്റെ അമ്മ മറിയയും വളർത്തച്ഛൻ യോസഫുമാണ്. സഹോദരങ്ങൾ യാക്കോബ്, യോസെ, യഹൂദ എന്നവരാണ്. ഇങ്ങനെയുള്ള കുറേ ഇൻഫർമേഷൻസ്, കുറേ അറിവുകൾ നമുക്ക് യേശുവിനെ കുറിച്ചുണ്ട്. പക്ഷേ യേശുവിനെ നമുക്ക് എത്ര പേർക്ക് അറിയാമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. യേശുവിനെ അറിയാതെ നമുക്ക് ശരിക്കുള്ള രക്ഷ സാധ്യമാകത്തില്ല. ഹല്ലേലൂയ. യേശുവിനെ നമുക്ക് അറിയാൻ അത് നമ്മുടെ വായന കൊണ്ടും പഠനം കൊണ്ടും നമ്മുടെ തിയോളജിക്കൽ സ്റ്റഡീസ് കൊണ്ടും അല്ലെങ്കിൽ ഈ ലോകത്തുള്ള മറ്റുള്ള ബുക്സുകളൊക്കെ വായിച്ചത് കൊണ്ടൊന്നും നമുക്ക് യേശുവിനെ അറിയാൻ പറ്റത്തില്ല. യേശുവിനെ അറിയണമെങ്കിൽ യേശു തന്നെ നമുക്കായിട്ട് റിവീൽ ചെയ്യണം. ഹല്ലേലൂയ. യേശു നമുക്ക് വേണ്ടി തന്നെ റിവീൽ ചെയ്യാതെ, തന്നെ വെളിപ്പെടുത്താതെ നമുക്ക് കർത്താവിനെ തിരിച്ചറിയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കേണ്ടത്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ ഈ ദിവസം നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം, കർത്താവേ, ഇനിയും അങ്ങേ അറിയാൻ എന്നെ സഹായിക്കണേ. അങ്ങയെക്കുറിച്ച് എനിക്ക് ഒരുപാട് അറിയാം. ഹല്ലേലൂയ. പക്ഷെ എനിക്ക് അങ്ങേ പേഴ്സണലി അറിയാനുള്ള കൃപ എനിക്ക് തരണേ എന്ന് ഈ ദിവസങ്ങളിൽ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമുക്ക് ചില നിമിഷത്തെ ചിന്തകൾക്കായിട്ട് ബൈബിളിൽ ഒരു പോർഷൻ നമുക്ക് വായിക്കാം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ദയവായിട്ട് ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കണം. അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടിവന്ന് അവന്റെ മുമ്പിൽ മുട്ടുകുത്തി, നല്ല ഗുരു, നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണം എന്നവനോട് ചോദിച്ചു. അതിന് യേശു, എന്നെ നല്ലവനെന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ചതിക്കരുത്, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവനോട്, ഗുരു, ഇതൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ചു പോരുന്നു എന്ന് പറഞ്ഞു. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. ഒരു കുറവ് നിനക്കുണ്ട്. നീ പോയി നിനക്കുള്ളത് എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാം, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് ഈ വചനത്തിങ്കൽ വിഷാദിച്ച് ദുഃഖിതനായി പോയി കളഞ്ഞു. ഹല്ലേലൂയ. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വചനഭാഗമാണ്. ഒരു പക്ഷേ നമ്മൾ ഇത് വായിച്ചപ്പം തന്നെ കുറേ സന്ദേശങ്ങൾ, കുറേ മെസ്സേജസ് നമ്മുടെയൊക്കെ മനസ്സിൽ വന്ന് കാണും. കാരണം ഈ സഭയിൽ ദൈവവചനത്തിനൊന്നും കുറവില്ലെന്ന് എനിക്കറിയാം. കാരണം പ്രിയ കർത്താവിൻ്റെ ദാസന്മാർ, പ്രിയ മാണി സാറ്, നെവ് പാസ്റ്റർ, ഈച്ചാന്, ഇവരെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് പല സമയങ്ങളിലായിട്ട് വളരെ ആഴത്തിൽ ദൈവവചനം പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വിശുദ്ധ സഭയാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും കർത്താവ് എന്നോട് സംസാരിച്ച, അല്ലെങ്കിൽ എന്നെ ഇന്നിവിടെ പറയാനായിട്ട് എന്നെ അനുവദിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് ദൈവസ്നാനത്തിൽ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ഇവിടെ വായിക്കുന്നത്, താൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടി വന്ന് തൻ്റെ മുമ്പിൽ മുട്ടുകുത്തി, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് അവനോട് ചോദിച്ചു.
അപ്പം ഈ പോർഷൻ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ, കാരണം ഒരുപാട് പ്രാവശ്യം നമ്മൾ വായിച്ചിട്ടുള്ളത് കൊണ്ട് ഈ മനുഷ്യനെ കുറിച്ച് അല്ലെങ്കിൽ ഈ യുവാവിനെ കുറിച്ചുള്ള ഒരു പിക്ചർ ഓൾറെഡി നമ്മുടെ മനസ്സിലുണ്ട്. ഓ, അവൻ കർത്താവിനെ വിട്ടുപോയ ഒരു പാർട്ടി. ഇതാണ് നമ്മുടെ മനസ്സിലുള്ളത്. കാരണം നമുക്ക് അതിൻ്റെ തുടക്കത്തിന് മുമ്പ് തന്നെ അതിൻ്റെ എൻഡ് നമുക്കറിയാം. അത് ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ എൻഡ് അറിയാവുന്നത് കൊണ്ട് നമ്മുടെ മനസ്സിലുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത്, ആ, ഇവൻ യേശുവിൻ്റെ പിന്നാലെ പോകുന്നവരാണല്ലോ ശരിക്കുള്ള ശിഷ്യന്മാർ. അപ്പം ഇവൻ യേശുവിൻ്റെ പിന്നാലെ ഒന്നും പോയില്ല, അതുകൊണ്ട് ഇവൻ ശരിയല്ല. അപ്പോൾ അവനെക്കുറിച്ചുള്ളൊരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം മനസ്സിലുണ്ട്. അപ്പം നെഗറ്റീവ് പാർട്ടാണ് അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതല്ല. പക്ഷെ ഇവൻ്റെ സ്റ്റാർട്ടിങ് അങ്ങനൊന്നും അല്ല. ഹല്ലേലൂയ. ഇവന്റെ തുടക്കം അങ്ങനൊന്നും അല്ല. നമുക്കറിയാം നമ്മൾ എന്തെല്ലാം കാര്യങ്ങളുമായിട്ടാണ് കർത്താവിൻ്റെ അടുത്തോട്ട് പോകുന്നത്, അല്ലേ? കർത്താവേ, എൻ്റെ മകനൊരു ജോലി വേണം കർത്താവേ, അല്ലെങ്കിൽ കർത്താവെ ഞാൻ രോഗിയാ കർത്താവേ, കർത്താവെ എവിടാണ് ഞാൻ ശുശ്രൂഷ ചെയ്യേണ്ടത്, നീ എനിക്കൊരു സ്ഥലം കാണിച്ചതാ കർത്താവേ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് അങ്ങനെ ഗൈഡ് ചെയ്യണേ കർത്താവേ. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുമായിട്ടാണ്, ആവശ്യങ്ങളുമായിട്ടാണ് നമ്മുടെ കർത്താവിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നത്. പക്ഷേ ഇവൻ ഓർക്കണം, ഇവനൊരു ഒരു യുവാവാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പം ഈ സഹോദരൻ യേശുവിൻ്റെ അടുത്ത് ചെല്ലുന്നത് ഈ ലോകത്തിലുള്ള ഒരാവശ്യമായിട്ടല്ല. ഹല്ലേലൂയ. അവന് വസ്തു ഭാഗം വെക്കണമെന്നോ, അല്ലെങ്കിൽ രോഗിയായിട്ട് വീട്ടിലാരെങ്കിലും കിടക്കുന്നെന്നോ, എനിക്കൊരു ജോലി വേണമെന്നോ, അല്ലെങ്കിൽ ഞാനൊരു സ്ഥലമൊക്കെ വാങ്ങിക്കാൻ പോവാ കർത്താവേ, അത് ശരിയാണോ, ഇതൊന്നും ചോദിക്കാനല്ല അവൻ ചെല്ലുന്നത്. അവൻ ചോദിക്കുന്നത്, അവൻ്റെ ചോദ്യം ഇതാണ്. ഓടി വന്നിട്ട് മുട്ടുകുത്തിയിട്ട് പറയുകയാണ്, നല്ല ഗുരോ, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഹല്ലേലൂയ. അപ്പം ഇവനുള്ളത് ഞാൻ വിശ്വസിക്കുന്നു അതൊരു റെവലേഷനാണ്. ഹല്ലേലൂയ. ഒരുപാട് റബ്ബിമാര്, അല്ലെങ്കിൽ ഒരുപാട് ഗുരുക്കന്മാര്, പരീശന്മാര്, ഒരുപാട് ടീച്ചേഴ്സ് യഹൂദന്മാരുടെ ഇടയിലുണ്ട്, ശാസ്ത്രിമാരുണ്ട്. പക്ഷെ ഇവൻ അവരുടെ അടുത്തൊന്നും ചെന്ന് ചോദിക്കാത്ത, അല്ലെങ്കിൽ ബൈബിൾ ഡിനോട്ട് ചെയ്യാത്ത ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഹല്ലേലൂയ, യേശുവിൻ്റെ അടുത്ത് വന്ന് ഇവൻ ചോദിക്കണമെങ്കിൽ അതിനർത്ഥം ഇവൻ യേശുവിനെ കുറിച്ചൊരു വെളിപ്പാടുണ്ടെന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പം ഈ ലോകത്തുള്ള മനുഷ്യരുമായിട്ട് യേശുവിനെ കമ്പയർ ചെയ്തപ്പോൾ ലോകത്തിന് എന്ത് തരാൻ പറ്റും, യേശു കർത്താവിന് എന്ത് തരാൻ പറ്റും എന്നുള്ള വ്യക്തമായ ബോധ്യം ഇവനുണ്ട്. മാത്രമല്ല, ഇവൻ എങ്ങനെ ചോദിക്കുന്ന ചോദ്യം നമ്മളൊന്ന് ചിന്തിക്കണേ. അവിടെ പറയുന്നത് അവൻ മുട്ടുകുത്തി ചോദിക്കുക എന്ന് വെച്ചാൽ, ഒരു യഹൂദൻ ഒരിക്കലും ഒരു റബിയുടെ മുമ്പിൽ പോലും മുട്ടുകുത്തത്തില്ല. ഹല്ലേലൂയ. ഒന്നാമത് അവന്റെ വെളിപ്പാട് എന്ന് പറയുന്നത്, ഞാൻ ആരുടെ മുമ്പിൽ വന്നോ, ആരോട് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നുവോ, ആ വ്യക്തി ഒരു നോർമൽ ടീച്ചർ അല്ല, ഒരു സാധാരണ റബ്ബായി അല്ല. ഹല്ലേലൂയ. ഇത് സ്വർഗത്തിൽ നിന്ന് വന്നവനാണെന്നുള്ള വെളിപ്പാട് ഇവൻ്റെ അകത്തുണ്ട്. വേറൊരു കാര്യം നമുക്കറിയാം, ഇസ്രായേലിയരുടെ, യഹൂദന്മാരുടെ പ്രൈഡ് എന്ന് പറയുന്നത്, ഞങ്ങൾ ഏക സത്യ ദൈവത്തെ ആരാധിക്കുന്നവരാണ്, യാഹ്വേ, യഹോവയല്ലാതെ ഞങ്ങൾക്കൊരു ദൈവമില്ല. സർവശക്തനായ സൃഷ്ടികർത്താവായ ദൈവം എന്ന് വെച്ചാൽ കുരിയോസ്, ഞങ്ങളുടെ ഉടമസ്ഥൻ, ഞങ്ങളുടെ സ്വാമി, അത് ദൈവം മാത്രമാ. ഞങ്ങൾ ഡ്യൂലോസ് ആണ്, ഞങ്ങൾ അടിമയാണ്. ആ ദൈവത്തിന്റെ മുൻപിലല്ലാതെ വേറെ ആരുടെയും മുൻപിൽ മുട്ടുകുത്താനുള്ള പ്രമാണം യഹൂദന്മാർക്കില്ല. അവരാരുടെ മുമ്പിൽ മുട്ടുകുത്തത്തില്ല. അവര് ഈ റോമ കർത്താവ് ഒരു പ്രാവശ്യം ഇതുപോലെ സ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞപ്പം കർത്താവ് ഇങ്ങനെ പറഞ്ഞു,
നിങ്ങൾ സത്യം അറിഞ്ഞാൽ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. അവർ ഞങ്ങൾ ഇതുവരെ ആരുടെ അടിമയൊന്നും ആയിട്ടില്ല. ആ സമയത്തെ സ്ഥിതി എന്ന് പറയുന്നത് നമുക്കറിയാം. ഇവരുടെ ഹിസ്റ്ററി നമുക്കറിയാമല്ലോ, അവർക്കും അറിയാവുന്നതാണ്. അപ്പം ആ സമയത്തുള്ള സ്ഥിതി റോമൻ ഗവൺമെന്റിന്റെ അണ്ടറിലാണ് അവരടിമത്വത്തിലാ. എന്നിട്ടും പറയണം ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാ, ഞങ്ങളാരുടെ അടിമയായിട്ടില്ല എന്ന് പറയും. കർത്താവ് പറയുന്നു പാപം ചെയ്യുന്നവനൊക്കെയും പാപത്തിന്റെ ദാസന്മാർ. ഹല്ലേലൂയ. അപ്പം ഇങ്ങനെ ഒരു ഗർവുള്ള ഒരു കൂട്ടർ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആളുകൾ ഇവരാരുടെ മുമ്പിൽ മുട്ടുകുത്തത്തില്ല. പക്ഷേ ഇവനുണ്ടായ വെളിപ്പാടെന്ന് പറയുന്നത് യേശു ആരാധനയ്ക്ക് യോഗ്യനാണ്, യേശു ദൈവമാണ് എന്നുള്ള ഒരു ബോധ്യം ഇവന്റെ അകത്ത് വന്നു. അതുകൊണ്ടാണ് അവൻ മുട്ടുകുത്തിയിട്ട് പറയുകയാണ്, ഹല്ലേലൂയ, നല്ല ഗുരു, എനിക്ക് നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഹല്ലേലൂയ. അപ്പം ഈ കർത്താവ് കുറെ കാര്യങ്ങളോട് പറയുക. യേശു ചോദിക്കുകയാണ്, നീ എന്താ എന്നെ നല്ലവനെന്ന് പറയുന്നത്? നല്ലവനായിട്ട് ഒരുവൻ മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ നല്ലവനായിട്ട് ഒരുവൻ മാത്രമേ ഉള്ളെന്ന് ഇവനും അറിയാം. പക്ഷേ ഇവന് മനസ്സിലായി ആ നല്ലവനായ ആൾ ഇതാണ് എന്നുള്ളത് അവന് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് കർത്താവ് പറയുകയാണ്, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ചതിക്കരുത്, നിന്റെ അപ്പനെ അമ്മയും ബഹുമാനിക്ക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പം കർത്താവിനറിയാം ഇവൻ ന്യായപ്രമാണമൊക്കെ അഭ്യസിച്ചിട്ടുണ്ട്. അപ്പം അവൻ പറയുകയാണ്, ഗുരു, ഞാനിത് എൻ്റെ ബാല്യം മുതൽ ഞാൻ ഇതൊക്കെ പ്രമാണിച്ചു വരുന്നവനാ. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഇവന് നല്ലവനെ കുറിച്ചുള്ള നിത്യജീവനെ കൊടുക്കാനുള്ളവനെ കുറിച്ചുള്ള എല്ലാ വെളിപ്പാടും ഇവന് ന്യായപ്രമാണത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ പഠിച്ച അല്ലെങ്കിൽ അവൻ അഭ്യസിച്ചു വന്ന നിയമപുസ്തകങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പ്രവാചക പുസ്തകങ്ങളിൽ നിന്ന് ഇവന് യേശുവിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ മശിഹായെ കുറിച്ചുള്ള രക്ഷകനെ കുറിച്ചുള്ള ഒരു പിക്ചർ ഇവന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവൻ വന്നത്. നമുക്കറിയാം യഹൂദന്മാരുടെ ഒരു രീതിയുണ്ട്. അവർക്ക് 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെ അവരവരുടെ മക്കളെ ന്യായപ്രമാണം പ്രവാചക പുസ്തകങ്ങളെ കുറിച്ച് അവരെ പഠിപ്പിക്കും. സിനഗോഗുകളോട് ചേർന്ന് അവർക്ക്, നമുക്കറിയാം ഈ പള്ളിക്കൂടം എന്നൊക്കെ പറഞ്ഞത്, പള്ളിക്കൂടമൊക്കെ വന്ന അങ്ങനെയാണല്ലോ, പള്ളിയോട് ചേർന്നൊരു എന്താ പറയുന്നത്, പഠനത്തിനുള്ള ഒരു സൗകര്യം. അതുപോലെ യഹൂദന്മാര് അവരുടെ കുഞ്ഞുങ്ങളെ ദൈവവചനം അഭ്യസിപ്പിക്കാൻ വേണ്ടി സിനഗോഗുകളോട് ചേർന്ന് ഒരു സിസ്റ്റം ഉണ്ട്. അവര് കൊണ്ടുവന്ന കുഞ്ഞുങ്ങളെ 5 വയസ്സ് മുതൽ ശിശുപാലകന്മാരെ ഏൽപ്പിക്കും. അപ്പം അവരാണ് ഈ ന്യായപ്രമാണം അവരെ പഠിപ്പിക്കുകയും അഭ്യസിപ്പിക്കുകയും ചെയ്യുന്നത്. 12 വയസ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ ഈ കുഞ്ഞുങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഈ കുഞ്ഞിനെയും കൊണ്ട് അവർ ദേവാലയത്തിലേക്ക് ചെല്ലും. ദേവാലയത്തിലേക്ക് ചെന്നിട്ട് പുരോഹിതന് മുൻപാകെ ഈ കുഞ്ഞിനെ ഡെഡിക്കേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു യാഗമൊക്കെ കഴിക്കും. യാഗം കഴിച്ചിട്ട് പറയും, ഇന്നു മുതൽ ഇവൻ ന്യായപ്രമാണത്തിന്റെ പുത്രനാണ്. ഇതുവരെ ഇവൻ ചെയ്ത തെറ്റുകൾക്ക് മാതാപിതാക്കളായ ഞങ്ങൾ ഉത്തരവാദികളായിരുന്നു. പക്ഷേ ഇന്നു മുതൽ ഇവൻ ചെയ്യുന്ന തെറ്റുകൾക്ക് ഉത്തരവാദി ഇവൻ തന്നെ ആയിരിക്കും. എന്തുകൊണ്ടെന്നാൽ ഇവൻ ന്യായപ്രമാണത്തിന്റെ പുത്രനായി കഴിഞ്ഞു. ഹല്ലേലൂയ. നമുക്കറിയാം 12-ാമത്തെ വയസ്സിൽ നമ്മുടെ കർത്താവിനെയും ആലയത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ യാഗം കഴിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പം ഇവന് വളരെ ചെറിയ പ്രായം മുതലേ ഇവൻ അഭ്യസിച്ചു വരുന്നതാണ്. ഇവൻ ഇത് കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ യേശു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് പറയാനിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ 21-ാം വാക്യമാണ്. ദയവായിട്ട് ഒന്ന് വായിക്കാമോ? 21-ാമത്തെ വാക്യം. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. ഒരു കുറവ് നിനക്കുണ്ട്, നീ പോയി നിനക്കുള്ളത് എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇവിടെ യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു.
ഒരു കുറവ് നിനക്കുണ്ട്, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാവും. ഹല്ലേലൂയ. കർത്താവ് ഇവനോട് പറയുന്ന കാര്യം കേവലം ഇവനെ സ്വർഗത്തിൽ ഒരു എൻട്രി കിട്ടുന്ന കാര്യമല്ല, സ്വർഗത്തിൽ ഇവന് കിട്ടാൻ പോകുന്ന അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന നിക്ഷേപത്തെ കൂടെ കർത്താവ് പറയുക. കാരണം ഇവന് ബാക്കി കാര്യങ്ങളിലൊന്നും കുറവൊന്നുമില്ല. ഇവന് വചനം അറിയാം, പ്രമാണം അറിയാം, ഇവന് വെളിപ്പാടുണ്ട്, യേശു ക്രിസ്തു ആരാണെന്നറിയാം, നല്ലവനായിട്ടുള്ള ഏക രക്ഷകൻ യേശുവാണ് മുമ്പിൽ നിൽക്കുന്നുള്ള ബോധ്യം അവനുണ്ട്. പക്ഷെ അവനുള്ള കുറവ് കർത്താവ് വെളിപ്പെടുത്തി. ഇവിടെ 21 വാക്യത്തിൽ 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ 21 വാക്യത്തിൽ ഒന്നാമത് പറയുന്നു, യേശു അവനെ നോക്കി. ഹല്ലേലൂയ. അപ്പം ഈ നമ്മൾ ഓരോരുത്തരും ഒരാളെ നോക്കുന്നതും അല്ലെങ്കിൽ യേശു കർത്താവ് നോക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമാണ്. നമ്മളാണെങ്കിൽ എന്താ ചെയ്യുന്നതെന്നറിയാമോ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലാണ് ഒരാൾ വന്ന് പറഞ്ഞെങ്കിൽ അടുത്ത ആഴ്ച അവൻ പാസ്റ്ററാണ്. കാരണം എൻ്റെ ദൈവമേ, ഇവനെ പോലെ വചനം അറിയാവുന്ന ഒരാൾ വേറെ ലോകത്തുണ്ടോ? ഇത്രയും വെളിപ്പാടുള്ള ആള് ഈ ലോകത്ത് നമുക്ക് എവിടെ കിട്ടും? മഷീട്ടൊക്കെ കിട്ടത്തില്ലെന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ ഇത്രയും കഴിവുള്ള, ഇത്രയും അറിവുള്ള, വേറൊരു കാര്യം, ഇവൻ ഇത് പ്രമാണിച്ച് വന്നെങ്കിൽ ഇവന് നല്ല സാക്ഷ്യമുള്ള ആളാ. സാക്ഷ്യമുള്ള ഒരാള്, ഇവന് നമ്മുടെ ഒരു ബ്രാഞ്ച് ചർച്ച് നടത്താൻ യോഗ്യനാണ് എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്യും? മാലയൊക്കെ ഇട്ട് നമ്മൾ സ്വീകരിച്ച് ഒരു ഷോളൊക്കെ പുതപ്പിച്ച് അവനെ നമ്മൾ വേണേ കൈയൊക്കെ വെച്ച് മാറ്റും. നിന്നെപ്പോലൊരാളില്ല എന്ന് പറഞ്ഞ് നാല് പേരുടെ മുമ്പിൽ അവനെക്കുറിച്ചുള്ള സാക്ഷ്യവും നമ്മൾ പറയും. പക്ഷേ കർത്താവ് ചെയ്തത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് അവനെ ഒന്ന് നോക്കി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും അല്ലെങ്കിൽ നാം ഓരോരുത്തരും മറ്റുള്ളവരെ നോക്കുന്നത് അവരുടെ വാക്കുകൾ നിമിത്തവും അവരുടെ പ്രവൃത്തി നിമിത്തവുമാണ്. ഹല്ലേലൂയ. ഒരുവന്റെ പ്രവൃത്തി എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരുവന്റെ വാക്കുകൾ എങ്ങനെയാണ്, ഇതനുസരിച്ചാണ് സാധാരണ ഒരുവനെ അദ്ദേഹം നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത്. അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. അപ്പം കുറേ നമ്മൾ വാച്ച് ചെയ്യും. അപ്പം ഇവൻ വചനമൊക്കെ പ്രമാണിക്കുന്നുണ്ട്, ഇവൻ്റെ വാക്കുകൾ ഈ ലോകത്തിലെ ഒരു കാര്യത്തെക്കുറിച്ച് ഇവൻ പറയുന്നില്ല, ഇവൻ എപ്പോഴും ദൈവരാജ്യത്തെക്കുറിച്ചും സ്വർഗരാജ്യത്തെക്കുറിച്ചുമാണ് പറയുന്നത്. പക്ഷെ യേശു നോക്കിയത് അവൻ്റെ പുറമേ അല്ല, യേശു നോക്കിയത് അവൻ്റെ ഹൃദയമാണ്. ഹല്ലേലൂയ. ഇന്ന് നാം ദൈവസന്നിധാനത്തിലായിരിക്കുമ്പോൾ, ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ മുൻപാകെ നാം ആയിരിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധാനത്തിൽ നാം കൊണ്ടുവന്നിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ മുൻപാകെ കർത്താവ് നമ്മെ നോക്കുന്ന ആ നോട്ടത്തിൽ നമ്മുടെ ആകെ തുക എന്താകുമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാനായിട്ട് ഇന്ന് പകൽക്കാലം കഴിയണം. ഹല്ലേലൂയ. നമ്മെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നത്, അല്ലെങ്കിൽ നമുക്കറിയാം നമുക്ക് എന്തെല്ലാം പേരുകൾ ആളുകൾ തന്നിട്ടുള്ളത് അല്ലേ? എന്നെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ആളുകൾ പറയുന്നത്. പക്ഷേ റിയൽ ടിജുവിനെ എനിക്കേ അറിയത്തുള്ളൂ, എൻ്റെ കർത്താവിനെ അറിയത്തുള്ളൂ. നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. 10 ദിവസം വന്ന് താമസിച്ച പാസ്റ്ററിനും പ്രിയ മാനുസാറിനും ഒക്കെ എന്നെ ശരിക്കറിയത്തില്ല. ഹല്ലേലൂയ. എന്നെ വ്യക്തമായിട്ട് എൻ്റെ ഭാര്യയ്ക്ക് പോലും അറിയത്തില്ല. ഹല്ലേലൂയ. പക്ഷേ എന്നെ അറിയുന്ന ഒരു കർത്താവ്, ആ കർത്താവിൻ്റെ മുൻപിലാണ് ഇന്ന് ഞാൻ ആയിരിക്കുന്നെന്നുള്ള ബോധ്യം നമുക്കുണ്ടായാൽ, ഹല്ലേലൂയ, കർത്താവ് നമ്മെ നോക്കുന്നതിൻ്റെ ആ നോട്ടം സബലീകരിച്ചു. ഹല്ലേലൂയ. ഈ കർത്താവ് നോക്കുന്ന എന്തിനാണ്? നമുക്ക് പുറകെ നമുക്ക് ചിന്തിക്കാം. ഒരു വാക്യം നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 22 അധ്യായം അതിൻ്റെ 61, 62 വാക്യങ്ങൾ. ലൂക്കോസ് 22. അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി, ഇന്ന് കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു. മതി. നമ്മളിവിടെ ഈ ഭാഗം നമുക്കറിയാം. കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കാനിരുന്ന ഒരു പാർട്ടിയാണ്. പക്ഷേ കർത്താവിനെ 3 പ്രാവശ്യം താൻ തള്ളിപ്പറഞ്ഞു.
തള്ളി പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കോഴി കൂകി. കോഴി കൂകിയ സമയത്ത് യേശു അവനെ തിരിഞ്ഞു നോക്കി. ഹല്ലേലൂയ. യേശു ഇങ്ങനെ പലപ്പോഴും നോക്കിയിട്ടുണ്ട്, അപ്പം നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ ഇരുന്നില്ല. അവിടെ സംഭവിച്ചത്, നമ്മളവിടെ കാണുന്നത്, അവൻ സഹിക്കാൻ വയ്യാഞ്ഞിട്ട് പുറത്തു പോയി അവൻ പൊട്ടിക്കരയുകയാണ്. ഹല്ലേലൂയ. അപ്പം യേശു ഇതിനു മുമ്പും ഇവനെ നോക്കിയിട്ടില്ലേ? ഹല്ലേലൂയ. യേശു പല പ്രാവശ്യം ഇവനെ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം യേശു ഇവനെ നോക്കിയപ്പോൾ യേശു എന്തിനാ നോക്കിയെന്ന് ഇവന് മനസ്സിലായി. ഹല്ലേലൂയ. യേശുവിന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായി. ഹല്ലേലൂയ. യേശു നമ്മളെ നോക്കുകയല്ല, നമ്മളെ തട്ടിയിട്ട് നമ്മളെ ഉന്തി തള്ളി താഴെ ഇട്ടിട്ട് പോലും നമുക്ക് പലപ്പോഴും മനസ്സിലായിട്ടില്ല. ഹല്ലേലൂയ. പക്ഷെ പത്രോസിന് വിത്തിൻ സെക്കൻഡ് അവന് മനസ്സിലായി യേശു എന്തിനാണ് നോക്കിയെന്ന്. അതെങ്ങനെ ഈ പത്രോസിന് ഇത് മനസ്സിലായത്? അവിടെ എത്രയോ ആളുകൾ ഉണ്ടായിരുന്നു. അവരെയൊക്കെ നോക്കുന്ന നോട്ടത്തിനൊന്നും മീൻസ് അങ്ങനെ കർത്താവ് നോക്കിയ നോട്ടമൊന്നും അവർക്കാർക്കും ഒന്നും മനസ്സിലായില്ല. പക്ഷെ പത്രോസിന് മനസ്സിലായി. ഹല്ലേലൂയ. എന്താ പത്രോസിന് മനസ്സിലായത്? ഇപ്പൊ ഇത്രയും ആളുകൾ, ഇത്രയും പേര് നമ്മളിവിടെ ഉണ്ടല്ലോ. പക്ഷെ ഇതിനിടയ്ക്ക് ഇരുന്ന് ഞാൻ ഗ്രേസിനെ ഒന്ന് നോക്കിയാൽ ഗ്രേസിന് മനസ്സിലാവും ഞാൻ എന്തിനാ നോക്കുന്നതെന്ന്. ഹല്ലേലൂയ. ഞാൻ ഇവിടെ ഇരുന്ന് ഇപ്പം എല്ലാവരും ഉണ്ട്, ഇപ്പം എനിക്ക് പരിചയമുള്ള ആളുകൾ ഒത്തിരി പേരുണ്ട്. പക്ഷെ അവരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്കറിയത്തില്ല ഞാൻ എന്തിനാ നോക്കുന്നതെന്ന്. പക്ഷേ ഞാൻ ഗ്രേസിനെ നോക്കിക്കഴിഞ്ഞാൽ ഗ്രേസിനറിയാം ഞാൻ എന്തിനാ നോക്കുന്നതെന്ന്. അതെന്താ അറിയാവുന്നതെന്നറിയാമോ? ഞങ്ങൾ ഒരുമിച്ച് പാർക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. യേശുവിനോട് കൂടെ പാർക്കുന്നവർക്ക് യേശുവിന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാകത്തുള്ളൂ. ഹല്ലേലൂയ. യേശു നമ്മെ വിളിക്കുന്നത് നാം ചെന്ന് കുറെ കാര്യങ്ങൾ പറയാനും, കുറെ കാര്യങ്ങൾ ചെയ്യാനും, കുറെ കാര്യങ്ങൾ പ്രാപിച്ച് കടന്നു പോകാനും, കുറെ കാര്യങ്ങൾ ചെയ്തു കൂട്ടാനുമല്ല. യേശു നമ്മെ ഇൻവൈറ്റ് ചെയ്യുന്നത്, ഇന്ന് പകൽക്കാലം യേശു നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നത് അവനോട് കൂടെ പാർക്കാൻ വേണ്ടിയാ, അവനോട് കൂടെ വസിക്കാൻ വേണ്ടിയാ. തന്നോട് കൂടെ പാർത്തെങ്കിലേ താൻ നോക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. കർത്താവിനോട് ശിഷ്യന്മാര് ചിലർ ഒന്ന് ചോദിച്ചു, കർത്താവെ അങ്ങ് എവിടെയാ പാർക്കുന്നത്? അവര് കണ്ടിട്ട് പോകാനൊന്നുമല്ല. ഹല്ലേലൂയ. അത് ശിഷ്യന്റെ ഗുണമാണ്. ഹല്ലേലൂയ. അങ്ങ് എവിടെയാ പാർക്കുന്നത്? കർത്താവ് പറഞ്ഞു, നിങ്ങൾ വന്ന് കാൺമിൻ. കർത്താവ് അഡ്രസ്സ് പറഞ്ഞു കൊടുത്ത് വിട്ടില്ല. മീൻസ് എന്താ പറയുന്നത്, ദർഭംഗയില് സയ്യിദ് നഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫ്രണ്ട്സ് കോളനിയിൽ 9ാമത്തെ വീടാണ് എന്ന് പറഞ്ഞ് കർത്താവ് അഡ്രസ്സ് എഴുതി വിട്ടില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ എവിടാ താമസിക്കുന്നത് എന്ന് നിനക്കറിയണമെങ്കിൽ, ഞാൻ എങ്ങനാണ് പാർക്കുന്നതെന്ന് നിനക്ക് മനസ്സിലാകണമെങ്കിൽ നീ എൻ്റെ കൂടെ വാ. ഹല്ലേലൂയ. യേശുവിൻ്റെ കൂടെ പാർക്കാൻ നമുക്ക് യേശുവിൻ്റെ കൂടെ സഞ്ചരിക്കേണ്ടത് ആവശ്യമാ. യേശുവിനോട് കൂടെ സഞ്ചരിച്ച് നാം നിത്യമായി അവനോട് പാർക്കുവാൻ ഇടയായി തീരും. ഈ ലോകത്ത് നമ്മുടെ കർത്താവിനോട് കൂടെ പാർക്കാത്തവർക്ക് സ്വർഗരാജ്യത്തിൽ പോകാനായിട്ട് കഴിയത്തില്ല. ഹല്ലേലൂയ. വചനം പറയുന്നു, ഹല്ലേലൂയ, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ഹല്ലേലൂയ. ഇന്ന് ഒരു കുഞ്ഞു വാക്യം പറഞ്ഞു, ദൈവം അവനെ എടുത്തു കൊണ്ടപ്പെട്ടതിനാൽ കാണാതെയായി. ഹല്ലേലൂയ. അപ്പൊ ഈ ദിവസങ്ങൾ കർത്താവ് നമ്മെ ക്ഷണിക്കുന്നത്, നമ്മെ വിളിക്കുന്നത് തന്നോട് കൂടെ പാർക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ. പാർത്ത് കഴിഞ്ഞാൽ നാമും കർത്താവുമായിട്ട് ഉള്ള കോൺവെർസേഷന്, അല്ലെങ്കിൽ നാമും കർത്താവുമായിട്ടുള്ള സംസാരത്തിന് പ്രത്യേകിച്ച് ലാംഗ്വേജ് ഒന്നും വേണ്ട. ഹല്ലേലൂയ. നമുക്ക് ഒത്തിരി കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യം വരത്തില്ലെന്ന്. ഹല്ലേലൂയ. നമ്മള് ഒച്ചത്തിൽ നിലവിളിക്കേണ്ട കാര്യം വരത്തില്ല. ഹല്ലേലൂയ. അവന്റെ നോട്ടം കൊണ്ടും നമ്മുടെ നെടുവീർപ്പ് കൊണ്ടും നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിന് മനസ്സിലാകും
നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ എന്താണെന്നും നാം ആരാണെന്നും നാം എന്ത് നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നുവെന്നും നമ്മുടെ കർത്താവിന് മനസ്സിലാകും. അതുകൊണ്ട് ഇന്ന് മുതൽ നാം നമ്മുടെ കർത്താവിനോടുകൂടെ പാർക്കുവാൻ നമുക്ക് നമ്മെ തന്നെ അവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. ഹല്ലേലൂയ. കർത്താവ് ഇന്ന് നമ്മളെ ക്ഷണിക്കുന്നത് തന്നോടുകൂടെ പാർക്കാനാ. കർത്താവ് നോക്കുന്ന എന്തിനാണെന്ന് നമുക്കിവിടെ വളരെ സ്പഷ്ടമായിട്ടുണ്ട്. കർത്താവ് നോക്കുന്നത് നമ്മുടെ മാനസാന്തരത്തിന് വേണ്ടിയാ. ഹല്ലേലൂയ. യേശു പത്രോസിനെ നോക്കിയത് അപ്പം സാധാരണ നോട്ടത്തിൽ നിന്ന് സാധാരണ അങ്ങനെ നോക്കേണ്ട കാര്യമില്ലല്ലോ. എന്നുവെച്ചാൽ തങ്കൽ ഏകാഗ്രത ചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാണെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് ഭൂമിയിൽ എല്ലായിടവും കൂടാടി സഞ്ചരിക്കുന്നു. അത് നമുക്കറിയാം. എല്ലായ്പ്പോഴും കർത്താവിന്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ട്. ഹല്ലേലൂയ. പക്ഷെ സ്പെഷ്യലായിട്ട് ചില സമയങ്ങളിൽ ഒരു നോട്ടം വരും. ഹല്ലേലൂയ. ആ സമയം അത് റിയലൈസ് ചെയ്യേണ്ടത് എന്തിനാണെന്നറിയാമോ? മടങ്ങി വരാൻ വേണ്ടിയാ. ഹല്ലേലൂയ. കർത്താവ് നമ്മെ ഇന്ന് പകൽക്കാലം നോക്കുന്നത്, കർത്താവ് ആഗ്രഹിക്കുന്നു നമ്മളൊന്ന് തിരിച്ചു വരാൻ വേണ്ടി. ഹല്ലേലൂയ. തിരിച്ച് കർത്താവിനെ ബന്ധിച്ചിരിക്കുന്ന അകത്തളത്തിലേക്കല്ല, മനസ്സുകൊണ്ട് തന്നെ തള്ളിപ്പറഞ്ഞ് കിലോമീറ്ററുകൾ പത്രോസ് മനസ്സുകൊണ്ട് ദൂരെ പോയിട്ടുണ്ട്. ആ അവസ്ഥയിൽ നിന്ന് മടങ്ങി വരാൻ വേണ്ടി കർത്താവ് നോക്കുകയാ പത്രോസിനെ. ഹല്ലേലൂയ. അവനത് റിയലൈസ് ചെയ്തു. ഹല്ലേലൂയ. തിരിച്ചു വന്നു. അപ്പം ഇങ്ങനെ റിയലൈസ് ചെയ്ത് കർത്താവിൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി മടങ്ങി വന്നവരുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് അത് വേറൊരു ലെവല. ഹല്ലേലൂയ. ഒരു പക്ഷെ ലോകം പറയും, ഓ ഇവൻ ആരാ? കാരണം അറിയാവുന്നവരൊക്കെ, നീ നീ യേശുവിനെ തള്ളി പറഞ്ഞവനല്ലേ, നീ ഇന്ന ഇന്ന പാപങ്ങൾ ചെയ്ത് മാറിപ്പോയവനല്ലേ. ഒരു വലിയ ലിസ്റ്റ് നമ്മുടെ എന്താ പറയുന്നത്, പിന്മാറിപ്പോയതിന്റെ അല്ലെങ്കിൽ നമ്മൾ ബാക്ക് സ്ലൈഡ് ആയി പോയതിന്റെ ഒരു വലിയ ലിസ്റ്റ് തന്നെ ആളുകൾ കൊണ്ടുവന്നിട്ട് പറയും, നീ ഇങ്ങനെ ചെയ്തവനല്ലേ, നീ അങ്ങനെ ചെയ്തവനല്ലേ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അങ്ങനെ എന്തൊക്കെ ആളുകൾ പറഞ്ഞാലും യഥാർത്ഥമായി ക്രിസ്തുവിന്റെ നോട്ടത്തെ മനസ്സിലാക്കി മടങ്ങി വന്നവരാണെങ്കിൽ കർത്താവ് ചില കാര്യങ്ങൾ അവരെ ഏൽപ്പിക്കാൻ പോവുകയാണ്. അവരെ കർത്താവ് ചില കാര്യങ്ങൾ ഏൽപ്പിക്കത്തുള്ളൂ. ഹല്ലേലൂയ. പേടിത്തൊണ്ടനായ ഈ പത്രോസാണ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചപ്പം 3000 പേര് അന്ന് ദൈവസന്നിധിയിൽ ദൈവസഭയിലേക്ക് വന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, പത്രോസും യോഹന്നാനും കൂടെ ഈ ദൈവത്തിന്റെ നോട്ടം മനസ്സിലാക്കി ദൈവകൃപ ഏറ്റെടുത്ത ബലം പ്രാപിച്ച ഈ സഹോദരന്മാര് അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തില് നമ്മളവിടെ കാണുന്നുണ്ട്. പത്രോസ് യോഹന്നാനോട് കൂടെ അവൻ ഉറ്റുനോക്കി, ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടും എന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലങ്കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഒരച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. മതി. താങ്ക് യു. അവിടെ നമ്മൾ വായിക്കുന്നത് അതിന്റെ 1-ാം വാക്യം മുതൽ നമുക്കറിയാം. അവിടെ സുന്ദരം എന്ന് പറയുന്ന ആ വാതിൽക്കല് ഒരു മനുഷ്യൻ ഇരിക്കുക. അപ്പം ഇവൻ പത്രസിനെയും യോഹന്നാനെയൊക്കെ നോക്കി വളരെ വലിയ കാര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഇവരെന്താ ഇങ്ങനെ പറഞ്ഞത്? പൊന്നും വെള്ളിയൊന്നും ഞങ്ങളുടെ പക്കലില്ലെന്ന്. അതിനർത്ഥം ഈ നോക്കുന്നവന്റെ പ്രതീക്ഷ എന്താണെന്ന് ഇവർക്ക് ഡിസൈൻ ചെയ്യാൻ കഴിഞ്ഞു. അപ്പം ഇവരെ നോക്കിക്കഴിഞ്ഞപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായിട്ട് ഈ ഭിക്ഷ യാചിക്കുന്ന ഈ മനുഷ്യനെ അവരെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റി. ചിന്തിക്കും, സാധാരണ യഹൂദന്മാരുടെ ചില്ലറയും തുട്ടുകളൊക്കെ ഇട്ടിട്ട് പോകുന്നുണ്ട്, പക്ഷെ ഇവരിൽ നിന്ന് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും എനിക്കിന്ന് കിട്ടും. വളരെ പ്രതീക്ഷയോടെ നോക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് ഈ വചനം കേൾക്കുന്ന അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന, ക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് ശരിക്ക് ദൈവകൃപയിൽ നിൽക്കുന്നവരെ കുറിച്ച് ലോകത്തിനൊരു പ്രതീക്ഷയുണ്ട്.
ഹല്ലേലൂയ. ഒരു പക്ഷേ നമ്മൾ എൻ്റെ കയ്യിൽ എന്തോ ഉണ്ട് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ നമ്മുടെ മുമ്പിൽ വരുന്നവൻ്റെ അല്ലെങ്കിൽ നമ്മളെ കാണുന്നവൻ്റെ പ്രതീക്ഷ അത് ഭയങ്കര വലുതാ. ഹല്ലേലൂയ. നമുക്ക് പെട്രോൾ അടിക്കാൻ കാശില്ലെന്ന് നമുക്കേ അറിയത്തുള്ളൂ. പക്ഷേ നമ്മളെ കാണുന്നവൻ്റെ പ്രതീക്ഷ വലുതാ. എന്താണെന്നറിയാമോ? അത് നമ്മുടെ ഗുണം കൊണ്ടല്ല. നമ്മൾ ഒരു പ്രാവശ്യം അവൻ്റെ നോട്ടം തിരിച്ചറിഞ്ഞ് അവൻ്റെ കൂടെ നടക്കുന്നത് കൊണ്ടാ, അല്ലെങ്കിൽ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് മറ്റുള്ളവർ നമ്മിൽ നിന്ന് വ്യത്യസ്തമായി ചിലത് പ്രതീക്ഷിക്കുന്നത്. അപ്പം ഇവര് പറഞ്ഞു, പൊന്നും വെള്ളിയൊന്നും ഞങ്ങളുടെ പക്കലില്ല. എന്നിട്ട് അവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? അതിൻ്റെ അതിൻ്റെ 3-ാം വാക്യം പറയുന്നത്, പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കിയെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. അപ്പം അതുവരെ മറ്റുള്ളവരൊക്കെ അവനെ നോക്കിയിട്ടുള്ളത് എന്തെങ്കിലും കൊടുക്കാനുള്ള ഭിക്ഷക്കാരൻ അല്ലെങ്കിൽ യാചിക്കുന്നവൻ എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഈ പത്രോസും യോഹന്നാനും ഇവനെ നോക്കുമ്പോൾ അവനെ കാണുന്ന ഒരു ഭിക്ഷക്കാരനായിട്ടല്ല, ഹല്ലേലൂയ, അല്ലെങ്കിൽ ഒരു യാചകനായിട്ടല്ല. പത്രോസും യോഹന്നാനും ഇവനെ കാണുന്നത് നെക്സ്റ്റ് മൊമെന്റിൽ ആരാധനാലയത്തിൽ ദൈവത്തെ ആരാധിക്കുന്നവനായിട്ടാണ് ഇവർ കാണുന്നത്. ഹല്ലേലൂയ. ഈ കാഴ്ച നമുക്ക് പല സഹായങ്ങൾ നമ്മൾ പലർക്കും വേണ്ടി ചെയ്യാൻ പറ്റും. അത് ചെയ്യണം. അത് ദൈവത്തിന് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. പക്ഷേ ഈ ദിവസങ്ങൾ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ ലോകത്തുള്ള മനുഷ്യർക്ക് കൊടുക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ കർത്താവ് നമ്മളെ പരമേൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അത് കൊടുക്കാൻ തത്പരരായിട്ട് ചിലരെ ഉറ്റുനോക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത്, അവിടെ എന്താ പറയുന്നത്? പൊന്നും വെള്ളിയൊന്നും ഞങ്ങൾക്ക് തരാനില്ല, പക്ഷേ ഞങ്ങൾക്കുള്ളത് ഞാൻ നിനക്ക് തരികയാ. നസ്രേനായ യേശുവിൻ്റെ നാമത്തിൽ നടക്ക് എന്ന് പറഞ്ഞിട്ട് പോവുകയല്ല, അവനെ കരം പിടിച്ചൊന്ന് എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ നോട്ടം മനസ്സിലാക്കിയവരെയാണ് കർത്താവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുന്നത്. ഹല്ലേലൂയ. ശരിക്ക് മടങ്ങി വന്ന തിരിഞ്ഞു വന്നവരെയാണ് കർത്താവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ നോട്ടത്തെ മനസ്സിലാക്കി, കർത്താവ് പറയുന്ന കർത്താവ് നോക്കുന്ന നോട്ടത്തെ മനസ്സിലാക്കി ശരിക്കൊരു മാനസാന്തരത്തിലേക്ക് തിരിച്ചു വരാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മൾ ആ മർക്കോസിന്റെ സുവിശേഷത്തിലെ ആ വാക്യത്തിലേക്ക്, നമുക്ക് 21-ാം വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. യേശു അവനെ നോക്കി. നെക്സ്റ്റ് അവിടെ പറയുന്നത് അവനെ സ്നേഹിച്ചു. ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്നേഹം നമുക്കറിയാം. ഈ സ്നേഹം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം നമുക്കറിയാം. അത് നിസ്വാർത്ഥമായ, ഒരു സ്വാർത്ഥതയില്ലാത്ത ഒരു സ്നേഹമാണ്. നമ്മൾ പലപ്പോഴും പലരെയും, നമ്മുടെ കുടുംബങ്ങളെ പോലും സ്നേഹിക്കുന്നത് നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയൊക്കെയാണ്. ഹല്ലേലൂയ. പക്ഷേ വാസ്തവമായിട്ട് നമ്മെ ഒരു സ്വാർത്ഥതയില്ലാതെ സ്നേഹിച്ചത് നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഹല്ലേലൂയ. തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ കർത്താവ് സ്നേഹിച്ചു. ഹല്ലേലൂയ. അഗാപ്പെ, മറ്റൊന്നും പ്രതീക്ഷിക്കാതെ തന്നെ ഏൽപ്പിച്ചുകൊണ്ടുള്ള ഒരു സ്നേഹം. അപ്പം ഞാൻ ചിന്തിക്കുകയാണ്, കർത്താവ് ഇവനെക്കുറിച്ച് അറിയത്തില്ലേ? കർത്താവിന് ഇവനെ അറിയാം. കർത്താവിന് ഈ സംസാരിക്കുന്നതിന് മുമ്പേ ഇവനെക്കുറിച്ച് അറിയാം, ഇവൻ ഇത് ഇട്ടേച്ച് പോകുമെന്നറിയാം. പക്ഷേ ഇട്ടേച്ച് പോകുമെന്ന് അറിഞ്ഞിട്ടും സ്നേഹിക്കുന്നൊരു സ്നേഹമുണ്ടല്ലോ. ഹല്ലേലൂയ. അത് നമ്മുടെ കർത്താവിനെ പറ്റത്തുള്ളൂ. അതുപോലെ നമ്മൾ ആകണമെന്നാണ് കർത്താവിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, ഒരുവൻ നമുക്കിട്ട് പണി തരുമെന്ന് നമുക്കറിയാം. അവൻ പണി തരുമെന്ന് അറിഞ്ഞിട്ടും നമ്മൾ അവനെ സ്നേഹിക്കുന്ന ആ സ്നേഹം എന്താണെന്നറിയാമോ? അത് ഒരുവനെ രക്ഷിക്കാനുള്ള സ്നേഹമാണ്. ഹല്ലേലൂയ. ഇവിടെ ഇവനെ കർത്താവ് സ്നേഹിച്ച, അല്ലെങ്കിൽ ലോകത്തെ എന്തിനാ കർത്താവ് സ്നേഹിച്ചത്?
അത് രക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, സാൽവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പം ദൈവത്തിൻ്റെ സ്നേഹം എന്നോട് എൻ്റെ ദൈവം കാണിച്ചത്, എൻ്റെ കർത്താവ് കാണിച്ചത് നമ്മുടെ ഗുണം കൊണ്ടോ, നമ്മുടെ സൗന്ദര്യം കൊണ്ടോ, നമ്മുടെ കഴിവ് കൊണ്ടോ, നമ്മുടെ ബലം കൊണ്ടോ ഒന്നുമല്ല. കർത്താവ് സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ സ്നേഹിച്ചത് എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ്. നമുക്ക് 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യോഹന്നാന്റെ ലേഖനം 1 യോഹന്നാൻ 2:5. ഹല്ലേലൂയ. ഈ നമ്മളെല്ലാവരും പ്രത്യേകിച്ച് ആരാധന സമയത്ത് അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ സമയത്ത്, പ്രത്യേകിച്ച് പ്രാർത്ഥന സമയത്തല്ല, ആരാധന സമയത്താണ് ഏറ്റവും കൂടുതൽ കർത്താവേ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു എന്നൊക്കെ നമ്മൾ ഒരുപാട് പറയാറുണ്ട്. പക്ഷേ ഈ സ്നേഹിക്കുന്നു എന്ന്, അല്ലെങ്കിൽ നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് എന്താണ്? നമുക്കറിയാം, നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന കർത്താവ് നമ്മളെ സ്നേഹിച്ചു. നമുക്ക് ആ സ്നേഹത്തെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നത്? ഹല്ലേലൂയ. നമുക്കറിയാം, ഈ ലോകത്ത് നമ്മൾ ആരെങ്കിലും സ്നേഹിക്കുകയാണെങ്കിൽ ആ സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യാൻ തയ്യാറാണ്. നമ്മൾ ഏതെല്ലാം രീതിയിൽ റെസ്പോണ്ട് ചെയ്യാമോ, അല്ലെങ്കിൽ അവർക്ക് എന്തേലും എന്താ പറയുന്നത്, വേറെ എന്തേലും ഏതെങ്കിലും രീതി എന്നെക്കുറിച്ച് ചിന്തിക്കുമോ, അല്ലെങ്കിൽ എൻ്റെ സ്നേഹത്തെ അവർക്ക് ഏത് രീതിയിലാണ് ഞാൻ പ്രകടിപ്പിക്കേണ്ടത് എന്നുള്ള ചിന്തയോടുകൂടി നമ്മളിപ്പോൾ ഒരു കുടുംബങ്ങളുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അവർക്ക് ഗിഫ്റ്റ് കൊണ്ടുപോകുന്നു, ബർത്ത്ഡേ പാർട്ടിക്ക് പോകുമ്പോൾ അവർക്ക് വേണ്ടി വിഷ് ചെയ്യുന്നു, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ പറയുന്നു. നമ്മൾ പല രീതിയിൽ റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, കർത്താവ് രക്ഷയ്ക്കായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സാൽവേഷന് വേണ്ടി കർത്താവ് നമ്മെ സ്നേഹിച്ചപ്പോൾ, അല്ലെങ്കിൽ നമ്മെ സ്നേഹിക്കുമ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്? നമുക്ക് എങ്ങനെ അതിനെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റും? ഹല്ലേലൂയ. കേവലം വാ കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് അത് കംപ്ലീറ്റ് ആകുന്നില്ല. ഹല്ലേലൂയ. അതൊക്കെ ഈ ലോകത്തിലെ സ്നേഹിക്കുന്ന ഒരു ചെറുക്കനും പെണ്ണും പറയുന്നത് പോലെയൊക്കെ ഉള്ളൂ. എന്നിട്ട് നാളെ അവനെ കാണത്തില്ല, അവൻ വേറെ ആരുടെയും കൂടെ പോകും. അതുപോലെ ആകരുത്. ക്രിസ്തുവിനോടുള്ള, ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തെ നാം റെസ്പോണ്ട് ചെയ്യുന്നത് അങ്ങനെ ആകരുത്. ഇവിടെ അതിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്നത്, നമ്മൾ വായിച്ച ആ വാക്യം 2:5. എന്നാൽ ആരെങ്കിലും അവന്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു. അവിടെ പറയുന്നത്, എന്നാൽ ആരെങ്കിലും തൻ്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു. അപ്പം ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ലവ് അല്ലേ? കംപ്ലീറ്റ് ലവിൻ്റെ അതിൻ്റെ തെളിവാണ് ക്രൂശിൽ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. വചനത്തിൽ പറയുന്നത്, റോമാലേഖനത്തിൽ പറയുന്നത്, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് മരിച്ചു. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് തൻ്റെ സ്നേഹത്തെ കംപ്ലീറ്റ് ചെയ്തു. ക്രൂശിലെ മരണത്തോടുകൂടെ, തൻ്റെ പ്രായശ്ചിത്ത ബലിയോടുകൂടെ തൻ്റെ സ്നേഹത്തെ നമുക്കായിട്ട് ക്രൂശിൽ അത് കംപ്ലീറ്റ് ആക്കി, അത് പൂർത്തീകരിച്ചു. പക്ഷേ ഇവിടെ പറയുന്നത്, നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സ്നേഹം, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ തികയ്ക്കാൻ പറ്റുന്നത്? ഒരു തികഞ്ഞ സ്നേഹമാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. സൺഡേയിൽ മാത്രമുള്ള സ്നേഹമല്ല, അല്ലെങ്കിൽ ഉപവാസ പ്രാർത്ഥന വരുന്ന സമയത്ത് മാത്രമുള്ള സ്നേഹമല്ല. ഹല്ലേലൂയ. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ സ്റ്റേജ് വരാൻ പറ്റുന്ന സമയത്ത് നമുക്ക് കാണിക്കാൻ പറ്റുന്ന സ്നേഹത്തെ അല്ല നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. 24/7 ഹല്ലേലൂയ ഒരു ലവ്. ഹല്ലേലൂയ. ആ സ്നേഹത്തെ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കർത്താവ് നമ്മളെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നു. പറയുകയാണ്, അതിപ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നും ചിലപ്പോൾ പറ്റത്തൊന്നുമില്ല. കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവിനുള്ള സ്നേഹത്തിൻ്റെ ആ പൂർത്തീകരണം നമ്മൾ പറഞ്ഞതുകൊണ്ടും നമ്മുടെ വാക്കുകൊണ്ടൊന്നും അത് ഒതുങ്ങത്തില്ല. ഹല്ലേലൂയ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ ദിവസവും
അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നാം വളർന്നു വരണമെന്ന്, അത് തികഞ്ഞു വരണമെന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക. ഹല്ലേലൂയ. അതിൻ്റെ താഴെ നമ്മൾ വായിക്കുന്നത് അതിൻ്റെ 4-7, 8 വായിക്കുന്നത് ഇങ്ങനെയാണ്. പ്രിയമുള്ളവരെ നാം അന്യോന്യം സ്നേഹിക്കാം. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവം സ്നേഹം തന്നെ. ഇത് എന്താ പറയുന്നത്? ഇത് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന ഈ സ്നേഹം എന്ന് പറയുന്നത് നമുക്കൊരു റെസ്പോൺസും കൂടെ ദൈവം തരിക, നമുക്കൊരു ഉത്തരവാദിത്വം കൂടെ ദൈവം തരിക. എന്താണ് ഉത്തരവാദിത്വം? കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ദൈവം നമുക്ക് തരുന്ന അതിൻ്റെ തികവെന്ന് പറയുന്നത്, അതിൻ്റെ 7, 8 പറയുന്നത് ഇങ്ങനെയാണ്. പ്രിയമുള്ളവരെ നാം അന്യോന്യം സ്നേഹിക്കണം. ഹല്ലേലൂയ. നമുക്ക് അന്യോന്യവും സ്നേഹം ഉണ്ടാകണം. ഒരു മറവില്ലാത്ത ക്രിസ്തയേശുവിലുള്ള ആ ദൈവസ്നേഹം നമുക്ക് തമ്മിൽ ഉണ്ടാകണം. അത് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പറയുകയാണ്, സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു, സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. പിന്നെ പറയുകയാണ്, ദൈവം സ്നേഹം തന്നെ. ഇതൊരു വലിയൊരു കാര്യമാണ്. അപ്പം ശരിക്ക് ദൈവത്തെ സ്നേഹിക്കുന്നത് മാത്രമല്ല, നമുക്ക് തമ്മിൽ സ്നേഹം ഉണ്ടാകുന്നതിലൂടെ, വാസ്തവമായിട്ട് ഈ മറ വെച്ചിട്ടുള്ള സ്നേഹത്തെക്കുറിച്ചല്ല പറയുന്നത്, ഒരു മറയില്ലാതെ വാസ്തവമായി ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ നാം തമ്മിൽ സ്നേഹിക്കുമ്പോൾ ഇവിടെ പറയുന്നത് അവരാണ് ശരിക്കും ദൈവത്തെ അറിഞ്ഞവരെന്ന്. ഹല്ലേലൂയ. ദൈവത്തെ അറിഞ്ഞു എന്നുള്ളതിൻ്റെ, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ദൈവത്തെ കുറിച്ചറിയുന്നത് വേറെയാണ്. പക്ഷെ ദൈവത്തെ അറിഞ്ഞവർ, അവർക്ക് ഒരു പരിധിയില്ലാതെ അവർ മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് തയ്യാറാകും. അതിൻ്റെ കാരണം എന്താണ്? അവിടെ പറയുകയാണ്, ദൈവം അത് സ്നേഹം തന്നെയാണെന്ന്. ഹല്ലേലൂയ. നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം, അതിൻ്റെ 35 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. നമുക്കറിയാം, ഈ പരീശന്മാർ കർത്താവിനെ പരീക്ഷിച്ച് ചോദിച്ച ഒരു ചോദ്യമാണ് അവിടെ നമ്മൾ കാണുന്നത്. അപ്പം ന്യായപ്രമാണത്തിൽ കർത്താവ് ഏത് കൽപ്പനയാണ് വലുത് എന്ന് ചോദിച്ചു. അപ്പം നമുക്കറിയാം, ന്യായപ്രമാണത്തിൽ ഒരുപാട് കൽപ്പനകളുണ്ട്. അപ്പം പരീശന്മാർ ചോദിക്കുകയാണ്, കർത്താവ് ഇതിൽ ഏതാണ്? അപ്പം കർത്താവിനൊന്നും പറയാൻ പറ്റത്തില്ല. ഇത് ഏതിലും ഒന്ന് വലുതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ന്യായപ്രമാണത്തെ നിന്ദിച്ചു, മോശയെ നിന്ദിച്ചൊക്കെ പറഞ്ഞ് കർത്താവിൻ്റെ മേൽ ദോഷാരോപണം നടത്താനുള്ള, അല്ലെങ്കിൽ കുറ്റം ആരോപിക്കാനുള്ള ഒരു മാർഗമായിട്ട് അവരത് ഏറ്റെടുക്കും. അപ്പം ഇവിടെ പറയുന്നത്, ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പനയാണെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറയാണ്, അപ്പം മറ്റുള്ള കാര്യങ്ങളൊന്നും തൊടാതെ കർത്താവ് പറയുകയാണ്, അവിടെ പറയുകയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. അപ്പം ഇതൊരു വലിയ പ്രശ്നമാണ്. ദൈവത്തെ സ്നേഹിക്കുന്ന ഇതിനുള്ള മാനദണ്ഡം, അതെങ്ങനെ സ്നേഹിക്കണമെന്ന് ഇവിടെ പറയുകയാണ്. അത് പൂർണ്ണ ഹൃദയത്തോടായിരിക്കണം, പൂർണ്ണ ആത്മാവോടായിരിക്കണം, പൂർണ്ണ മനസ്സോടായിരിക്കണം. ഈ പകുതിയുള്ള പരിപാടി കർത്താവിന് ഇഷ്ടമല്ല. എന്നിട്ട് പറയുകയാണ്, ഇതാകുന്നു വലുതും ഒന്നാമത്തേതുമായ കൽപ്പന. എന്നിട്ട് പറയുകയാണ്, രണ്ടാമത്തേത് അതിനോട് സമം. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ, എന്നിട്ട് അതിന് താഴെ കർത്താവ് പറയുന്നു, ഇതാണ് ന്യായപ്രമാണവും പ്രവാചകന്മാരും. എന്ന് വെച്ചാൽ മുഴുവൻ ന്യായപ്രമാണത്തിൻ്റെയും മുഴുവൻ പ്രവാചക പുസ്തകങ്ങളുടെയും അന്തസത്തയായ ഒരു ക്യാപ്സൂളായിട്ട് കർത്താവ് പറയുകയാണ്, കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുക. ഹല്ലേലൂയ. ഇത് കുറച്ച് പ്രയാസമാണ്, പക്ഷെ അസാധ്യമായിട്ടുള്ളതല്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ഒരു സ്നേഹത്തിലേക്ക്, ഇങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ സ്റ്റെപ്പിലേക്ക് നമുക്ക്
ചെല്ലാൻ കഴിയണം. അതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്ക് തിരിച്ച് വീണ്ടും മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരാം. അവിടെ 21 വാക്യത്തിൽ പറയുന്നത്, യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. പിന്നെ ഒരു കുറവ് നിനക്കുണ്ട്. നീ പോയി നിനക്കുള്ളത് എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, കർത്താവ് അവനോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. ആദ്യം കർത്താവിനെ നോക്കി അവനെ സ്നേഹിച്ചു, നെക്സ്റ്റ് അവനോട് സംസാരിച്ചു. ഹല്ലേലൂയ. ഈ മാനസാന്തരത്തിനായിട്ടുള്ള കർത്താവിൻ്റെ നോട്ടം, രക്ഷയ്ക്കായിട്ടുള്ള നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം, മൂന്നാമത്തത് സംസാരം എന്ന് പറയുന്നത് നമ്മെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആ നിത്യതയിലേക്ക്, ഇവൻ ആവശ്യപ്പെട്ട കാര്യം എന്താ? നിത്യജീവനാണ് ഇവൻ ആഗ്രഹിച്ചു വന്നത്. അപ്പം അതിലേക്ക് എത്താൻ വേണ്ടിയാണ് ദൈവം സംസാരിക്കുന്നത്. ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. ദൈവം എങ്ങനെയാണ് സംസാരിക്കുന്നത്? ഹല്ലേലൂയ. നമുക്ക് പല കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. കർത്താവ് സംസാരിക്കും. കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പം അങ്ങ് ഞങ്ങളോട് സംസാരിക്കും, പേഴ്സണലി സംസാരിക്കും. അന്തരാത്മാവിൽ അങ്ങയുടെ ശബ്ദം ഞങ്ങൾ കേൾക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ പറയാറുണ്ട്, ദൈവദാസന്മാർ വചനത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ അങ്ങയുടെ ശബ്ദം ഞങ്ങൾ കേൾക്കും. കർത്താവെ, ഞങ്ങൾ വചനം ധ്യാനിക്കുമ്പോൾ, വചനവുമായിട്ട് അങ്ങയുടെ സന്നിധാനത്തിൽ ഇരിക്കുമ്പോൾ അങ്ങയുടെ ശബ്ദം ഞങ്ങൾ കേൾക്കാറുണ്ട്. ഹല്ലേലൂയ. പക്ഷേ ഈ പുതിയ നിയമ കാലയളവിൽ കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം നമ്മളോട് ഓരോരുത്തരോടും നിരന്തരമായിട്ട് കർത്താവ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. ഹല്ലേലൂയ. പറയുകയാണ്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. എങ്ങോട്ടാ വഴി നടത്തുന്നേ? ഹല്ലേലൂയ. ഈ ലോകത്തുള്ള കാര്യങ്ങളിലേക്കല്ല. ഈ പരിശുദ്ധാത്മാവിൻ്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, അത് നിത്യതയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മെ അതിനാൽ മുദ്രയിട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. നമുക്കറിയാം, ഈ പ്രാർത്ഥന നമുക്കറിയാം, ഈ നമുക്കറിയത്തില്ല പ്രാർത്ഥിക്കാൻ, അല്ലേ? പ്രാർത്ഥിക്കാൻ എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത് നമുക്കറിയത്തില്ല. റോമാലേഖനത്തിൽ അത് പറയുന്നുണ്ട് 8-ാം അധ്യായത്തിൽ. പക്ഷേ നമുക്ക് വേണ്ടും പോലെ പ്രാർത്ഥിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് നമുക്ക് തുണ നിൽക്കുന്നു. ഹല്ലേലൂയ. അപ്പം എങ്ങനെയാ പരിശുദ്ധാത്മാവ് തുണ നിൽക്കുന്നത്? നമ്മൾ ചിലപ്പം വലിയൊരു ലിസ്റ്റൊക്കെ ആയിട്ട് കുറേ കാര്യങ്ങൾ മനസ്സിൽ വെച്ചൊക്കെ ആയിരിക്കും ദൈവസന്നിധി ചെല്ലുന്നത്. പക്ഷെ ദൈവസന്നിധിയോട് ചെന്നിരിക്കുമ്പം നമുക്ക് ഈ കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നമ്മൾ ബ്ലാങ്ക് ആയി പോകുന്ന ഒരവസ്ഥ. ഹല്ലേലൂയ. അപ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ ഹെൽപ്പ്. ഹല്ലേലൂയ. നമ്മൾ ശബ്ദിക്കാത്ത, നമ്മൾ പ്രൊനൗൺസ് ചെയ്യാത്ത നമ്മുടെ ഉള്ളിലെ ഞരക്കങ്ങളുണ്ടല്ലോ. ഹല്ലേലൂയ. ആ ഞരക്കങ്ങളെ, ഹല്ലേലൂയ, കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് അത് ഏറ്റെടുത്ത്, ഹല്ലേലൂയ, പിതാവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടു ചെല്ലുകയാ. ഹല്ലേലൂയ. എനിക്ക് അതിൻ്റെ മലയാളം ശബ്ദം എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഹിന്ദിയിൽ ആഹേ ഭർ ഭർ കെ ബയാൻ സെ ബടിക്കൽ, അങ്ങനെയാണ് അത്. അത് നമുക്കതൊന്ന് വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം. ആത്മാവ് ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ, എന്ന് വെച്ചാൽ ഈ ദൈവസന്നിധി ഇരിക്കുമ്പം കർത്താവേ ഇത്രയൊക്കെ കാണൂ. പക്ഷേ അതിനടങ്ങിയിരിക്കുന്ന ഒരു എന്താ പറയുന്ന ഒരു ബിഗ് സബ്ജക്റ്റ് ഉണ്ടല്ലോ. ഹല്ലേലൂയ. പെയിൻഫുൾ ആയിട്ടുള്ള ചില പക്ഷപാതങ്ങൾ, ചില പ്രാർത്ഥനകൾ, അതെന്ത് ചെയ്യുക? ദൈവാത്മാവ് അത് ഏറ്റെടുത്തിട്ട് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോവുക. നമുക്കറിയാം, ഈ കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നു, മനുഷ്യനിലുള്ളത് മനുഷ്യാത്മാവല്ലാതെ മറ്റാരും അറിയുന്നില്ല, അല്ലേ? പക്ഷെ ദൈവത്തിനുള്ളത് ദൈവാത്മാവിനെ അറിയത്തുള്ളൂ. അപ്പം നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്, നമുക്കറിയാം, നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മുടെ ആത്മാവ് ഏറ്റെടുക്കുന്ന പ്രാർത്ഥന. ആത്മാവ് ഏറ്റെടുക്കുന്ന പ്രാർത്ഥന നമുക്കറിയാത്ത ദൈവഹിതപ്രകാരമുള്ള നമ്മുടെ ആവശ്യങ്ങളും, നമുക്കറിയാത്ത
ദൈവിക പദ്ധതികളുമാണ്, അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങളുമാണ് ആത്മാവ് നമ്മുടെ ആത്മാവിലൂടെ ഏറ്റെടുത്ത് പിതാവിൻ്റെ സന്നിധിയിൽ അർപ്പിക്കുന്നത്. ഹല്ലേലൂയ. കൊരിന്ത്യലേഖനത്തിൽ പറയുന്നുണ്ട്, കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് അവനെ പ്രബോധിപ്പിക്കുന്നവനാർ. നമുക്ക് കർത്താവിനെ വല്ലതും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ? അവൻ സർവജ്ഞാനിയാ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് തന്നെ പ്രബോധിപ്പിക്കാൻ ആർക്കാ കഴിയുന്നത്? നമുക്ക് പറ്റത്തില്ല. പക്ഷെ ഒരുവൻ അറിയാം, പിതാവിൻ്റെ മനസ്സറിഞ്ഞ ഒരൊറ്റ ആളേ ഉള്ളൂ, നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ്. ഹല്ലേലൂയ. വാഴ്ത്തപ്പെട്ടവനായ കർത്താവിന് മാത്രമേ പിതാവിൻ്റെ ഹൃദയത്തെ അറിയത്തുള്ളൂ. അപ്പം താൻ പോയപ്പോൾ അതാ പറഞ്ഞത്, ഞാനൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തരാം. പിതാവിനോട് ചോദിച്ചിട്ട് എന്ത് ചെയ്യാം? കാര്യസ്ഥനെ അയക്കാം. അതാരാ? പരിശുദ്ധാത്മാവ്, സത്യത്തിന്റെ ആത്മാവ്, നമ്മുടെ കർത്താവിന്റെ ആത്മാവ്. ഹല്ലേലൂയ. ഈ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മുടെ വാക്കുകൾ കൊണ്ട് പറയാത്ത, നമ്മുടെ ശബ്ദങ്ങൾ കൊണ്ട് പറയാത്ത നമ്മുടെ ഞരക്കങ്ങളെ, അഥവാ പിതാവിന്റെ ഹൃദയത്തിലെ ഇഷ്ടം എനിക്ക് വേണ്ടി, ഈ ചർച്ചിന് വേണ്ടി, നമ്മുടെ ദേശത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി, ലോക രാജ്യങ്ങൾക്ക് വേണ്ടിയുള്ളത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, നമ്മുടെ ആത്മാവിലൂടെ പിതാവിന്റെ സന്നിധിയിലേക്ക് അത് കൊണ്ടെത്തിക്കുക. ഹല്ലേലൂയ. അപ്പൊ എന്താ സംഭവിക്കുന്നറിയാമോ? ഇതെന്താ പറയുന്നത്? പിതാവിന്റെ ഹൃദയത്തിലെ കാര്യമാ പരിശുദ്ധാത്മാവിലൂടെ നമ്മളിലൂടെ പിതാവിന്റെ സന്നിധിയിൽ എത്തിക്കുന്നത്. അപ്പം പുത്രന്റെ പരിപാടി എന്നാ? പുത്രൻ വലതുഭാഗത്തിരിക്കുക. വലതുഭാഗത്തിരുന്നിട്ട് പിതാവിനോട് പറയുകയാണ്, നമുക്കൊരു മധ്യസ്ഥൻ സ്വർഗത്തിലുണ്ട്, ഹെൽപ്പറായിട്ട്. നമുക്ക് ഹെൽപ്പറായിട്ട് ഈ ഭൂമിയിൽ പരിശുദ്ധാത്മാവിനെയും തന്നിട്ടുണ്ട്. 2 സഹായകർ നമുക്കുണ്ട്. സ്വർഗത്തിലുള്ള ഈ ഭൂമിയിലുള്ള സഹായകനായ പരിശുദ്ധാത്മാവ് പിതാവിന്റെ ഹൃദയത്തെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആത്മാവിലൂടെ ആ കാര്യത്തെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എത്തിക്കുമ്പോൾ പുത്രനായ ക്രിസ്തു അവിടെ നിന്ന് പറയുകയാണ്, പിതാവേ, നമ്മുടെ മകൻ, നമ്മുടെ മകൾ പെരുമ്പാവൂര് അല്ലപ്രയില് ഇരുന്ന് പറയുന്ന ഈ കാര്യം, ഇത് അങ്ങയുടെ ഹൃദയത്തിലെ കാര്യമല്ലേ? പിതാവേ, നമുക്കിതൊന്ന് ചെയ്തു കൊടുക്കാം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് കർത്താവ് നമ്മളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതിൻ്റെ ഇനിഷ്യൽ സ്റ്റേജ്, അതിൻ്റെ തുടക്കം കേട്ടിട്ട് നമ്മൾ ഓടിപ്പോകാനായിട്ട് ഇടവരരുതേ. ഹല്ലേലൂയ. ഒരുപക്ഷെ അവൻ്റെ നോട്ടം നമ്മൾ തിരിച്ചറിഞ്ഞു, നമ്മൾ മാനസാന്തരപ്പെടാനുള്ള അവൻ്റെ നോട്ടം നമ്മൾ തിരിച്ചറിഞ്ഞു, രക്ഷിക്കപ്പെടാനുള്ള അവൻ്റെ സ്നേഹത്തെ നമുക്ക് മനസ്സിലായി. പക്ഷേ നിത്യതയിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവൻ സംസാരിക്കുന്ന സംസാരത്തെ തിരിച്ചറിയാൻ ഈ ദിവസങ്ങളിൽ അവനോട് കൂടെ വസിക്കാൻ നാം തയ്യാറാകണം. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം പ്രിയമുള്ളവരെ. നമുക്കൊന്ന് ഓർക്കാൻ കഴിയുമോ? കർത്താവെ, അങ്ങ് എന്നെ എത്ര പ്രാവശ്യം നോക്കിയിട്ടുണ്ട്. കർത്താവേ, അങ്ങനെ എത്ര പ്രാവശ്യം നോക്കിയിട്ടുണ്ട് കർത്താവേ. പക്ഷെ എനിക്ക് അങ്ങയുടെ നോട്ടത്തെ അത് മാനസാന്തരത്തിനാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല കർത്താവേ. മാനസാന്തരപ്പെടാത്തവന് രക്ഷയ്ക്കായുള്ള സ്നേഹം റിസീവ് ചെയ്യാൻ കഴിയത്തില്ല. മാനസാന്തരവും രക്ഷയും ഇല്ലാത്തവന് ക്രിസ്തു പറയുന്ന വാക്കുകളെ, അവൻ സംസാരിക്കുന്ന നിത്യതയ്ക്ക് വേണ്ടി നമ്മെ ഒരുക്കുന്ന കാര്യങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ, ആ കോൺവെർസേഷൻ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവിനോട് പറയാം, കർത്താവേ, ഹല്ലേലൂയ, അങ്ങയോട് ചേർന്നിരിപ്പാൻ എന്നെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. വീണ്ടും എല്ലാവർക്കും സ്നേഹം